നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് നെസ്റ്റ് ഒരുപക്ഷെ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു പരീക്ഷയാണിത്. എന്നാൽ നമുക്കും എഴുതി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടാവുന്ന ഒരു പരീക്ഷ. ഈ പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, അതുപോലെ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടുക, ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഭുവനേശ്വറിലെ നൈസറിലും അതുപോലെ UMDAE CBS മുംബൈയിലുമാണ് നമുക്ക് നെസ്റ്റ് എന്ന പരീക്ഷ എഴുതി അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഇവിടെ പഠിക്കാൻ പറ്റുന്നത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഈ 4 വിഷയങ്ങളും നമുക്ക് പഠിക്കാൻ ഈ ഒരു പരീക്ഷയിലൂടെ സാധിക്കുന്നതായിരിക്കും. ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂൺ 30-ാം തീയതിയാണ്. 2024 എന്ന വർഷത്തിൽ 30-ാം തീയതി ജൂൺ മാസത്തിൽ ഈ പരീക്ഷ നടക്കും. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് ലാസ്റ്റ് ആണ്, അതായത് മെയ് 30th 2024. ജൂണിൽ പരീക്ഷ കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സ്, അതായത് ജൂലൈ ആദ്യവാരം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ടും ലഭിക്കുന്നതായിരിക്കും. ഈ പരീക്ഷയിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോഴത്തേനും സീറ്റിന്റെ നമ്പർ കുറച്ച് കുറവാണ് കേട്ടോ. കാരണം നൈസറിനകത്ത് 200 സീറ്റും അതുപോലെ മുംബൈയിൽ നമുക്കുള്ളത് 57 സീറ്റുകളുമാണ്. അങ്ങനെ ടോട്ടൽ 257 സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്ത് ഈ 4 വിഷയങ്ങളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ +1 +2 ഈ 4 വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം, അതായത് 4 പഠിച്ചിട്ടുണ്ടാകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ സയൻസ് സ്ട്രീം തന്നെ ആകണം എന്നുള്ളത് നിർബന്ധമാണ്. 2022, 23, 24 ഈ 3-ൽ ഏത് വർഷത്തിലെ +2 പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കും ഈ വർഷത്തെ 2024 പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. നമ്മള് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കൂ, മാത്സ് പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴത്തേനും മാത്സ് നമുക്ക് അറിയാമെങ്കിൽ അതും കൂടെ അങ്ങോട്ട് എഴുതുക. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണല്ലോ എഴുതുക. റിസൾട്ട് വരുന്ന സമയത്ത് ഈ 4 എണ്ണവും നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ഏറ്റവും നന്നായിട്ട് എഴുതിയ 3 വിഷയങ്ങളുടെ മാർക്കുകളാണ് ഫൈനലിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഓരോ വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 20 വീതം ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് വീതം ലഭിക്കും. അപ്പോൾ ഫിസിക്സിന് നമുക്ക് 20 ചോദ്യങ്ങൾ 3 മാർക്ക് വീതം ആവുമ്പോഴത്തേനും 60 മാർക്ക്. അതുപോലെ തന്നെയാണ് കെമിസ്ട്രി, ബയോളജി, മാത്ത്. അങ്ങനെ ടോട്ടൽ കൂട്ടിയാൽ 240 മാർക്ക് ഉണ്ട് എങ്കിലും പരീക്ഷ ശരിക്കും 180 മാർക്കിനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ പറയുന്ന ബെസ്റ്റ് ഓഫ് 3 ആണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ചില കുട്ടികൾ ഉണ്ടാവില്ലേ, ഞാൻ സയൻസ് എടുത്തു എന്നാൽ ബയോളജി എടുത്തില്ല, അല്ലെങ്കിൽ മാത്സ് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ പറയുന്നവര്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആർക്കും എഴുതാവുന്ന ഒരു പരീക്ഷയാണിത്. നിങ്ങൾ ഒരു വിഷയം മിസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും യു ആർ എലിജിബിൾ. പിന്നെ മാസ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. കാരണം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഇതിന് പുറമെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചാലുണ്ടാവുന്ന ഗുണം എന്താണ്? ഒന്നെന്ന് പറയുന്നത് വളരെ പ്രമുഖരായ സയന്റിസ്റ്റുകളാണ് ഇവിടെ ഫാക്കൽറ്റികളായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അവരിൽ നിന്ന് നേരിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. റിസർച്ചിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഇന്ത്യയിലെ പ്രമുഖമായ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന നൈസറും പിന്നെ മുംബൈയിലുള്ള സ്ഥാപനവും ഒക്കെ. അപ്പോൾ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആദ്യമേ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ +1-ലോ അല്ലെങ്കിൽ ജസ്റ്റ് +2-ലേക്ക് കയറിയ ഒരു കുട്ടിയാണെങ്കിലും നിങ്ങൾ ഓർക്കുക, +1-ലെയും +2-ന്റെയും സിലബസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ അപ്പിയർ ചെയ്യാവുന്നതാണ്. കാരണം സിലബസ് +1, +2 NCERT സിലബസ് ആണ്. ഇനി ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ നേടാനും സ്റ്റൈപ്പൻഡുകൾ കരസ്ഥമാക്കാനും ഒക്കെയുള്ള അവസരവും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ ദിശ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റൈപ്പൻഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള സ്കീമുകളും ഉണ്ട്. അപ്പോൾ ആനുവൽ സ്കോളർഷിപ്പുകളും സ്റ്റൈപ്പൻഡുകളും ഒക്കെ ലഭിക്കാവുന്ന സ്ഥാപനമാണ് ഇത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടിയിട്ട് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. നമുക്കൊക്കെ പോസിബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. പ്രോപ്പർ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് കിട്ടാതെ പോവോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. +1-നും +2-ഉം നന്നായിട്ട്, അതായത് അടിസ്ഥാനം നന്നായി ഉറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പരീക്ഷയൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി തന്നെ ഫേസ് ചെയ്യാൻ സാധിക്കും. ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ നല്ല ഒരു ഹൈ പെർഫോമർ ആണ് എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബാർക്കിന്റെ, അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പും ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇനിയും ഡേറ്റ് ഇല്ലേ നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്? കാരണം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 30th അല്ലേ? നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ അപ്ലൈ ചെയ്തൂടെ?
ഗുഡ് ലക്ക്.